കോൺഗ്രസിലെ പൊട്ടലും ചീറ്റലും ഒക്കെ തൽക്കാലത്തേക്ക് സർഫസിൽ അതില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം അതിന് അങ്ങനെ ആർക്കെങ്കിലും ഇനി ബഹളം ഉണ്ടാക്കുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ ഉള്ള സമയം ഇനിയില്ല. കാരണം പ്രതിഷേധിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. തന്നെയല്ല, ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയം അവശേഷിക്കുന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കെ സുധാകരന് പോലും സീറ്റ് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം വരികയും കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു യാഡ് സ്റ്റിക്ക് ഉണ്ട്, എം പിമാരാരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലത്തേക്ക്, അതിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം അവരുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കെ സുധാകരന് രക്ഷയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇനി രക്ഷയില്ല എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിലും എടുത്തിരിക്കുന്ന മാനദണ്ഡം അത്രത്തോളം കാർക്കശ്യമുള്ളതാണ്. അതിപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിലാണെങ്കിലും ഇനി സീറ്റ് കിട്ടാത്ത സ്ഥാനമോഹികളായിരുന്ന നിരവധി പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള പുനർവിചിന്തനവും ഇനി ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിനെ കുറിച്ച് തർക്കമില്ല. തന്നെയല്ല, ചില സ്ഥാനങ്ങളിൽ ചില സീറ്റുകളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചൊല്ലി അത് അവിടെ തന്നെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള ചില തർക്കങ്ങളും സ്വീകാര്യത ഇല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനി സമയം പോലും അവശേഷിക്കുന്നില്ല അവർക്ക് പ്രതിഷേധിക്കാനെന്നുള്ള ഒരു വസ്തുതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം കണ്ണൂരിൽ ശ്രീ കെ സുധാകരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻമരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമോ? നമ്മളിപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ മാത്രമാണോ, അതോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണ ഇവിടെ ഉണ്ടാകുമോ, അതില്ലാതെ ഇരിക്കുമോ? ഈ കാര്യമൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം ശ്രീ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിനെ അവരുടെ തീരുമാനത്തിനെ അനുസരിക്കാനുള്ള ഒരു താല്പര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വളരെ അസന്നിഗ്ധമായിട്ടാണ് അദ്ദേഹം താൻ മത്സരിക്കും എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും താൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കോൺഗ്രസിന്റെ സിംഹമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മുറിവേറ്റ സിംഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ തീരുമാനം എന്താണ്, ഇതൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്, CPM അല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കൂടെയുണ്ട്.